പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുരേഷ് വിളാവത്ത്. കേട്ടുനോക്ക്, കാര്യമറിയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ മോദി ഈയിടെ നെതർലാൻഡ് സന്ദർശിക്കുകയുണ്ടായി. നെതർലാൻഡുമായി പുതിയ വ്യാപാര ഉടമ്പടികൾ ഒപ്പുവെച്ച് പ്രധാനമന്ത്രി ചിപ്പുകളുടെ സംഭവത്തിലും അവരായിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ടാകും. ഈ നിൽക്കുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നത് അത് ഈ നെതർലാൻഡിലെ അന്നത്തെ കപ്പൽപ്പടയുടെ ഒരു കമാൻഡറാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി യാചിക്കുന്ന സംഭവമാണ്. അന്നത്തെ ബ്രിട്ടീഷ് ഫ്രഞ്ചുകാരേക്കാളും ഈ ഡച്ചുകാർക്ക് ലോകം ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ആ സമയത്ത് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധ്യക്ഷനായിട്ടുള്ള വൈക്കം പത്മനാഭപിള്ള പോലുള്ള നേതാക്കന്മാർ സൈന്യാധിപന്മാരായിട്ടുള്ളപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരും അതിലുണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വൈക്കം പത്മനാഭപിള്ളയെ പറ്റി പറയുമ്പോൾ മതോന്മാദിയായ ടിപ്പു എന്ന് പറയുന്ന ഒരു ക്ഷുദ്രജീവിനെ നമ്മുടെ നാടിനെതിരെ പടപൊരുതിയപ്പോൾ നമ്മുടെ പെരിയാർ തീരത്ത് വച്ച് അവൻ്റെ മുട്ടുകാല് തല്ലി ഓടിച്ച് കാലൊടിച്ച് മുടന്തനാക്കി ഓടിക്കാൻ സാധിച്ച ധീരനായ നേതാവാണ് നമ്മുടെ വൈക്കം പത്മനാഭപിള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പെരുമ്പാവൂർ, കുന്നത്തുനാട്, മൂവാറ്റുപുഴ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു നായർപ്പട അതിന് കൂടെ ഉണ്ടായിരുന്നു. ഓരോർക്ക് ഓരോ പേരായിരുന്നു ആ കാലങ്ങളിൽ പറയേണ്ടത്. അതൊരു കാലഘട്ടം. ഇന്നത്തെ മോദി കൊണ്ടുവന്നിരിക്കുന്ന രേഖകളിൽ അതും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ചരിത്ര വിഷയങ്ങളാണ്. നമുക്ക് ഒരു ചരിത്ര നിമിഷമാണ്. ഇന്നത്തെ ഈ നെതർലാൻഡ് എന്ന് പറയുന്നത് പഴയ ഡച്ചല്ല, ഇപ്പോഴത്തേത് ഡെവലപ്പായ ഒരു രാജ്യമാണ്. ശാന്തിയും സമാധാനവും വേറെ എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത അവരും അവരുടെ പണി എന്താണെന്ന് നോക്കി നടക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ചൈന തൈവാനെ വിഴുങ്ങാൻ നോക്കുന്നത് അവിടുത്തെ ചിപ്പിൻ്റെ ബിസിനസ് കണ്ടിട്ടാണ്. ഈ ചിപ്പിന് തന്നെ ഡിസൈൻ ചെയ്യുന്ന സംഭവക്കാർ ആരാന്ന് പറഞ്ഞാൽ ലോകത്തിലെ ടോപ്പ് ഈ നെതർലാൻഡാണ്. ആ ഒരു അഗ്രിമെൻ്റാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ വിജയമായിട്ട് തന്നെ നമ്മൾ കാണാൻ സാധിക്കും. അതൊരു വലിയ വിജയമായിട്ട് ഇന്ന് കൊണ്ടാടാൻ നമുക്ക് സാധിച്ചെങ്കിൽ അത് വലിയ സംഭവം തന്നെ. അന്നത്തെ മാർത്താണ്ഡവർമ്മ മുമ്പിൽ കീഴടങ്ങിയ അത് 1791 ആഗസ്റ്റ് 10 തോന്നുന്നു ഒരു ഡേറ്റ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ കാണാം. അദ്ദേഹമാണ് മാർത്താണ്ഡവർമ്മ ആ രാജാവ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി
അഭിനന്ദനങ്ങളും ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ രാജാവിന്, മാർത്താണ്ഡവർമ്മ രാജാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.